നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. തന്റെ കാലയളവിൽ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ച വകയിൽ 1,89,250 രൂപ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണമെന്നും മാട്ടുമ്മൽ സലീം ആവശ്യപ്പെട്ടു. 83,442 രൂപ അടച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നോ എന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണം. പാർട്ടി ബില്ലുകൾ ഓരോ മാസവും അടയ്ക്കാറുണ്ട്. ഇതറിയാതെ തന്നെയും LDFന്റെ ഭരണസമിതിയെയും ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാൻ ചെയർപേഴ്സൺ മെനഞ്ഞെടുത്ത കള്ളപ്രചാരണമാണ് മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനമടിച്ചതിലൂടെ 1,89,250 രൂപയുടെ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണം ഇന്നലെ നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ തന്നെ പൊള്ളയാണെന്ന് വ്യക്തമായത്. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ അടച്ചതാണ് പുതിയ ഭരണസമിതിയുടെയും ചെയർപേഴ്സന്റെയും നേട്ടം. നൂറുകണക്കിന് ഭിന്നശേഷിക്കാർക്ക് സൌജന്യമായി ലഭിച്ചിരുന്ന സൌകര്യമാണ് ഇല്ലാതാക്കിയത്. നഗരസഭാ പരിധിയിലെ വയോജന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നത് UDF ഭരണസമിതിയുടെ കാലത്ത് തയ്യാറാക്കിയ DPR നിലനിൽക്കെ അത് അടിച്ചെടുത്ത പുതിയ DPR തയ്യാറാക്കിയതാണെന്ന ചെയർപേഴ്സന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബസ് സ്റ്റാൻഡ് പൊളിച്ചതാരായിരുന്നുവെന്നായിരുന്നു മറുചോദ്യം. നിലവിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ തടസ്സമില്ല. എന്നാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് മാട്ടുമ്മൽ സലീം ആരോപിച്ചു. എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 10-ാം തീയതി ദൃശ്യമാധ്യമങ്ങളെ ഞാൻ കണ്ടത്. നിലമ്പൂരിലെ മാധ്യമ പ്രവർത്തകരെന്ന് മാത്രമല്ല, കേരളത്തിലും പുറത്തും കാണുന്ന 24 അടക്കമുള്ള ചാനലുകളിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ഈ പത്രപ്രവർത്തകർ തന്നെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പത്രപ്രവർത്തകരോട് പറയാനുള്ളത്, ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് എന്നോടൊന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് എന്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ കാണിച്ചില്ല എന്നുള്ളൊരു ചെറിയൊരു ഒഴിവുണ്ടല്ലോ. കാരണം നിലമ്പൂർ ചെയർമാൻ എന്ന് പറയുമ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മാട്ടുമ്മൽ സലീമിനെ അറിയാം. പക്ഷെ പുറത്തുകൂടെ ഇത്തരം ഒരു പ്രചരണം ചാനലുകളിലൂടെ വരുമ്പോൾ അത് നിലമ്പൂരിൽ തന്നെ ഒരു അപമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു മാസം കൊണ്ട് ചെയർമാൻ പിന്നെ മറ്റേ 24 എന്താ ഒരു പേര് ശ്രീകണ്ഠൻ നായരൊക്കെ അയാളെ കുലുക്കിയിട്ട് അയാൾ ആ രീതിയിലാണ് അത് അവതരിപ്പിച്ചത് പോലും. അതൊക്കെ നമ്മളെ നിലമ്പൂരിനൊരു മോശം വരുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു ബൈറ്റും അപ്പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ 10-ാം തീയതി ഒരു പത്രസമ്മേളനം ചെയ്തത്. ഞാൻ അന്ന് എന്റെ സുഹൃത്തുക്കളായ പത്രസാരഥികളോട് പറഞ്ഞു, ഇത് പച്ചക്കള്ളം പ്രചരിപ്പിക്കണം. ഇത് നമ്മുടെ നാടിന് അപമാനകരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാനിയായ നിലമ്പൂർ മുനിസിപ്പൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചെയ്യുന്നത്. നിലവിലെ ചെയർപേഴ്സൺ മുൻപ് ചെയർപേഴ്സണായിരുന്ന സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പോലും അറിയാതെയാണ് പല തീരുമാനങ്ങളും എടുത്തിരുന്നത്. അതിനാൽ തന്നെ സീനിയർ അംഗങ്ങൾ പലരും ഇക്കുറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഭരണസമിതിയുടെ നേട്ടങ്ങൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കാനുള്ള വ്യഗ്രതയാണ് ചെയർപേഴ്സന്റെ തനിക്കെതിരെയുള്ള ഇന്ധന അഴിമതി ആരോപണം ഉൾപ്പെടെയെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.